തെസ്സലോനിക്കർ 5-19 വാക്യം. വളരെ ചെറിയൊരു വാക്യമാണ്. ആത്മാവിനെ കെടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അത് വേറൊരു വേർഷൻ വായിക്കുമ്പോൾ, വേറൊരു വേർഷൻ വായിക്കുമ്പോൾ അതിങ്ങനെയാ പറയുന്നത്. അതില് ആത്മാവിന്റെ അഗ്നി കെടുത്തിക്കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിന്റെ അഗ്നി കെടുത്തിക്കളയരുത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവിനെ കെടുത്തിക്കളയരുത്. ആത്മാവിന്റെ അഗ്നി കെടുത്തിക്കളയരുത്. സ്തോത്രം. അതിന്റെ ആ, താഴേക്കുള്ള മുകളിലുള്ള വാക്യങ്ങളും താഴേക്കുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് അല്പം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ആത്മാവിനെ കെടുത്തിക്കളയുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ആത്മാവിനെ കെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത്. പ്രവചനം സ്വീകരിക്കരുത്. സകലവും ശോധനയും നല്ലത് മുറുകെ പിടിപ്പിൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ 19 ആത്മാവിനെ കെടുത്തി കളയരുതെന്ന് പറയുമ്പോൾ അവിടെ അപ്പോസ്തലൻ വാണിംഗ് കൊടുക്കുക, ആത്മാവിനെ കെടുത്തി കളയരുത്. അതായത് അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആത്മാവിനെ കെടുത്തി കളയാം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം, പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയാം. താഴേക്ക് വരുമ്പോൾ പ്രവചനം തുച്ഛീകരിക്കരുതെന്ന് പറയുമ്പോൾ തുച്ഛീകരിക്കാം. തുച്ഛീകരിക്കുമ്പോൾ ആത്മാവിന് വേദന ഉണ്ടാകാം, ആത്മാവിന് കെടുത്തിക്കളയാം. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചില്ലെങ്കിൽ ആത്മാവിനെ കെടുത്തിക്കളയാം. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കാതെ തെറ്റ് മുറുകെ പിടിച്ചാലും ആത്മാവിന് കെടുത്തിക്കളയാം. അങ്ങനെ കുറെ കാര്യങ്ങൾ. സകല ദോഷവും വിട്ട് അകലുമെന്ന് പറഞ്ഞു. സകല ദോഷവും വിട്ട് അകന്നില്ലെങ്കിൽ ആത്മാവിനെ കെടുത്തിക്കളയാം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നുണ്ട് അവിടെ. അപ്പൊ എങ്ങനെ ആത്മാവിനെ കെടുത്തിക്കളയാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ട്രിനിറ്റിയിലെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ. അത് ഇന്നത്തെ കാലയളവിൽ ആ പരിശുദ്ധാത്മാവും ദൈവമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കൂടുതലായി കാണുന്നതും. പരിശുദ്ധാത്മാവിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് ഏറ്റവും കുറഞ്ഞ ആളായതുകൊണ്ടല്ല. നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ദൈവം വെളിപ്പെട്ടു വന്നത് അങ്ങനെ ആയതുകൊണ്ട്. ആ കാലഘട്ടത്തിൽ പിതാവായ ദൈവം വെളിപ്പെട്ടു വന്നു, തുടർന്ന് പുത്രനായ ദൈവം വെളിപ്പെട്ടു വന്നു. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ദൈവമായി വെളിപ്പെട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമനെന്ന് പറയുന്നത്. അതായത് മൂന്നാമത്തെ പുറകെ നിൽക്കുന്ന ആളർത്ഥത്തിലല്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ഒരു ടീച്ചറാണ്. നമ്മളെല്ലാത്തിലും വഴി നടത്തുന്ന, നമ്മളെ നേർവഴിയിൽ നയിക്കുന്ന നമ്മുടെ ടീച്ചറാണ് പരിശുദ്ധാത്മാവ് വെച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്കത് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ പരിശുദ്ധാത്മാവ് ഗ്രീവ് ചെയ്യുന്നത് എങ്ങനെ, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കെടുത്തിക്കളയുന്ന ലോകത്തുള്ള പല സഭകളും, വളരെ മനോഹരമായിട്ട് വളർന്നു വന്നിരുന്ന പല സഭകളും തകർന്നു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കെടുത്തിക്കളഞ്ഞതാണ്. നമുക്കറിയാം വളരെ ശക്തരായിട്ട് ഉയർന്നു വന്ന പല ദൈവദാസന്മാരും അവരുടെ ശുശ്രൂഷയുടെ ഒരു പല ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ ആരംഭഘട്ടങ്ങളിലോ അതിന്റെ മധ്യകാലങ്ങളിലോ വെച്ച് അവർ വീണുപോയതിന്റെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുക, ഉള്ളിലുള്ള അഗ്നിയെ കെടുത്തിക്കളയുക. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് ട്രിനിറ്റിയിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. അറ്റ് ദ സെയിം ടൈം പരിശുദ്ധാത്മാവ് ടീച്ചറാണ്. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് മറ്റൊരു നമ്മളിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഉള്ളിൽ അഗ്നിയായി പ്രവർത്തിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും നമ്മളെ പലതിൽ നിന്നും വിടുവിക്കുന്ന, നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുന്ന, നമ്മളെ പാപത്തിൽ നിന്ന് മാറാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, നമ്മളെ വാൺ ചെയ്യുന്ന ഒരു അഗ്നിയായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ. ഈ അഗ്നിയാണ് കെടുത്തിക്കളയരുത് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ഉള്ളിലുള്ള അഗ്നി. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് സംഭവിക്കും ഈ അഗ്നി കെടുത്തിക്കളഞ്ഞാൽ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കെടുത്താനുള്ള വഴികൾ നമ്മളെ ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അറിയാം. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ വളർന്നു വരുമ്പോൾ അവനിൽ നെഗറ്റീവ് ക്യാരക്ടർ ഫോം ചെയ്യുന്നത് പോലെ ആരും പഠിപ്പിക്കാതെ തന്നെ അത് ബൈ ഡിഫോൾട്ട് അതിൽ ഉണ്ടായി വരുന്നത് പോലെ നമുക്കറിയാം പരിശുദ്ധാത്മാവെ എങ്ങനെ കെടുത്തിക്കളയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം കെടുത്തിക്കളയാനല്ല, അലേർട്ടായിരിക്കാൻ വേണ്ടി ഞാനത് പറയുന്നത്. നമ്മളെല്ലാം അറിയാതെയോ അറിഞ്ഞോ ഒക്കെ നമ്മളത് ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഗ്രീവിച്ചിരിക്കുന്നത് എന്ത് പറ്റും ഈ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളഞ്ഞാൽ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ നമ്മളിൽ നിന്ന് മാറിപ്പോയി എന്ത് സംഭവിക്കും? സ്തോത്രം. നമ്മൾ വൾനറബിളായി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, നമ്മളിലേക്ക് പിശാചിന് കടന്നു കയറുവാനുള്ള ഒരു അവസരമായി മാറും. സ്തോത്രം. അതായത് ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയും, ഇയ്യോബ് ചുറ്റുമുള്ള ആ ഫയർ വാളിനെ ദൈവം മാറ്റി കളഞ്ഞപ്പോഴാണ് പിശാച് തന്റെ സ്ട്രാറ്റജി ഇയ്യോബിന് മേൽ അപ്ലൈ ചെയ്തത്.
സ്തോത്രം. അത് ഞാൻ അതിനെയും ഈ ഒരു അഗ്നിയും ആ അഗ്നിയും ഒരുപോലെ കാണുന്നില്ല. അത് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്റെ പോയിന്റിലേക്ക് വരുമ്പോൾ ആ ഉദാഹരണം പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നില്ല. ഹല്ലേലൂയ. അതായത് നമ്മുടെ ഉള്ള അഗ്നി മാറിക്കഴിയും, അഗ്നി കെട്ട് കഴിയുമ്പോഴാണ് പിശാച് നമ്മളിലേക്ക്, നമ്മുടെ വീക്ക് പോയിന്റ്, ലോ പോയിന്റിലേക്ക് എന്റെ ചെയ്ത് നമ്മളിലേക്ക് വരാൻ ഇടയാവുന്നത്. നമ്മളുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുള്ള സമയത്തോളം ഒരു പൈശാചിക ശക്തികൾ നമ്മളെ തൊടാൻ സാധ്യമല്ല. നമുക്കറിയാം, പൈശാചക്തികൾ വാഴുന്നത് ആകാശമണ്ഡലങ്ങളിലാണ്. നമ്മളെപ്പോഴും വാച്ചുന്ന ഡിമോണിക് പവേഴ്സ് ഉണ്ട്. നമ്മളെപ്പോൾ വീക്കാവും, നമ്മളെ എപ്പോൾ ഭേദിക്കാവും, നമ്മളിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുന്നുവോ, കെട്ടുപോകുന്നുവോ, ആ സമയത്തായിരിക്കാം നമ്മളിലേക്ക് ഡിമോണിക് പവേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത്, നമ്മളെ തകർക്കാനായിട്ടുള്ള ശ്രമം ആരംഭിക്കുന്നത്. എപ്പോഴും അവർക്ക് ആ ഉദ്ദേശമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ നമ്മളേക്ക് ആ ഡിമോണിക് പവേഴ്സിന് കയറാൻ സാധ്യമല്ല, നമ്മളെ തൊടാൻ കഴിയുകയില്ല. ഇയ്യോബിന്റെ കാര്യം പറഞ്ഞ പോലെ ആ അഗ്നി മുതൽ ഇങ്ങനെ ചുറ്റും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ പറഞ്ഞ കാര്യമുണ്ട്, നീ അവന്റെ ചുറ്റും അഗ്നിവേലി കെട്ടിയിരിക്കുകയാണല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അങ്ങോട്ട് തൊടുന്നേ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഉള്ളിലുള്ള ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിമോണിക് പവേഴ്സ് നമ്മളെ തൊടാൻ പറ്റുകയില്ല. അൺലെസ് നമ്മൾ ആ ദൈവത്തിന്റെ അഗ്നി നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് കെടുത്തിക്കളയാതെ, ഹല്ലേലൂയ, ഒരു പൈശാച ശക്തികൾക്ക് നമ്മളെ തൊടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതിന്റെ ആദ്യ അപ്പോസ്തലൻ പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പ് എന്ന് പറയുന്നത്. എന്റെ വേറെ വാക്യത്തിൽ പറഞ്ഞ ഇടപെടാതെ പ്രാർത്ഥിപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ആത്മാവിനെ കെടുത്തിക്കളയരുത്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെടുത്തിക്കളയരുത്. ഹാലലൂയ. കെടുത്തിക്കളയുമ്പോൾ ഉള്ള പ്രശ്നം ഡിമോണിക് പവേഴ്സ് നമ്മളിലേക്ക് എൻ്റർ ആകുവാൻ കഴിയും. ഹാലലൂയ. നമ്മുടെ എല്ലാറ്റിന്മേലും നമ്മൾ പൊസസ് ചെയ്യുന്ന, നമ്മൾ അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന സകലത്തിന്മേലും ഡിമോണിക് പവേഴ്സിന് ലീഗൽ റൈറ്റ് കിട്ടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ നമ്മുടെ ഉള്ളിൽ കത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കെടുത്താതെ, ആ പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്യിപ്പിക്കാതെ, കാരണം നമ്മുടെ ആ ഒരു ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ഹാലലൂയ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും വാച്ച് ചെയ്യുന്ന, നമുക്കറിയാം, നമ്മുടെ ശത്രു, ഒരു രാജ്യത്ത് ശത്രു കയറിയ പിന്നെ നമുക്കറിയാം, ഇപ്പൊ നമ്മളെ പിന്നെ അടിമകളാക്കിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്ന് പറയും, നമുക്ക് പല ചരിത്രത്തിൽ പലതും അറിയാം. അതായത് പ്രബലരായ കൽദേ രാജാക്കന്മാരെ, ഹല്ലേലൂയ, കോരശ് എന്ന് പറഞ്ഞ രാജാവ് കീഴ്പ്പെടുത്തിയതൊക്കെ നമുക്ക് നമ്മളതിനെ കുറിച്ച് ചരിത്രം വായിക്കുമ്പോൾ അറിയാൻ കഴിയും. ഹല്ലേലൂയ, എങ്ങനെ കീഴ്പ്പെടുത്തുന്നത് അറിയാൻ കഴിയും. വളരെ പ്രബലന്മാരായ കൽദേ രാജാക്കന്മാരെ, ബാബിലോണി സംസ്കാരത്തെ, ബാബിലോണി സാമ്രാജ്യത്തെ എങ്ങനെയാണ് സൈറസ് എന്ന് പറഞ്ഞ കിങ് കീഴടക്കിയതെന്ന്, പിന്നീട് ആ ബാബിലോണി സംസ്കാരം അവിടെ ഇല്ലാതായിപ്പോയത് എങ്ങനെ നമുക്കറിയാം. അപ്പം നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. നമ്മളുള്ള പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെടുത്തിക്കളയാതെ, ശത്രുവിന് ഇടം കൊടുക്കാതെ. പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യമായത്, നമ്മൾ പലപ്പോഴും ദൈവം ഞാൻ തെറ്റ് ചെയ്ത് വിഷമിക്കും, പരിശുദ്ധാത്മാവിനെ ഗ്രഹിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് മാറുന്ന കുറച്ച് വിഷമിക്കും, അത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച്. പക്ഷെ അതല്ല, അതിലെ ഡേഞ്ചറസ് പാർട്ട് പരിശുദ്ധാത്മാവ് വിഷമിക്കുന്നതല്ല, നമ്മൾ ശത്രുവിന് കീഴടങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള ഏറ്റവും ഡേഞ്ചറസ് പാർട്ട് എന്ന് പറയുന്നത്. ഹാലലൂയ. ദിവസങ്ങളിൽ നമ്മളുള്ള പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെടുത്തിക്കളയാതെ വിജിലന്റ് ആയിരിക്കാൻ, ഹാലലൂയ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ, വചനം പറയുന്ന പോലെ എപ്പോഴും പ്രാർത്ഥിക്കുക, പ്രവചനം തുച്ഛീകരിക്കുക, ഹാലലൂയ, സകലതും ശോധനയെ നല്ലത് മുറുകെ പിടിക്കുക, അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെടാതെ സൂക്ഷിക്കുക. നമ്മൾ ദൈവം സഹായിക്കട്ടെ. അഗ്നി കെടാതെ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഗ്രീവിലേക്ക് ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ നമുക്കെല്ലാം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ വചനത്തിലുള്ളത് മാത്രം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഇത് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളുടെ ഹോളി സ്പിരിറ്റ് ഗ്രീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അഗ്നി കെടുത്തി കളയാൻ പറ്റും. സുമയ്ക്ക് മറ്റു തരത്തിലായിരിക്കാം, നിങ്ങളുടെ ഓരോരുത്തർക്കും മറ്റു തലങ്ങളിലായിരിക്കാം. ഹാലലൂയ. പക്ഷെ ഒന്നുറപ്പാണ്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളഞ്ഞ അഗ്നിയെ, നമ്മുടെ ഉള്ളിൽ ബേൺ ചെയ്യുന്ന അഗ്നിയെ കെടുത്തിക്കളഞ്ഞാൽ അത് നമുക്ക് വളരെ ദോഷം ചെയ്യും. ഡിമോണിക് പവേഴ്സിന് നമ്മൾക്ക് ഇടിച്ചു കയറുവാനുള്ള ഒരു വലിയ അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക അതിലൂടെ ചെയ്യുന്നു. ദിവസങ്ങളിൽ അങ്ങനെയുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ ഇടയാകാതെ നമ്മളുള്ള പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കാത്തു സൂക്ഷിക്കുക, വിജിലന്റ് ആയിരിക്കാൻ, അലേർട്ട് ആയിരിക്കാൻ. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിലയൊന്നും കൊടുക്കാറില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ്. നമ്മൾ വേണ്ടതുപോലെ അംഗീകരിക്കുന്നുണ്ടോ, വേണ്ടതുപോലെ ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷെ അതല്ല, ആ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ വ്യക്തി പരിഭാവനായ ദൈവത്തെ നമ്മൾ ദൈവമാണ്, പക്ഷെ നമുക്ക് ബോധ്യം പലപ്പോഴും ഇല്ല. എനിക്ക് പലപ്പോഴും അങ്ങനെ ചിന്ത ഉണ്ടാവാറുണ്ട്. നമ്മളെപ്പോഴും ദൈവമായിട്ട് മനസ്സിൽ വരുമ്പോൾ നമ്മളുള്ള പിതാവായ ദൈവം, യേശു കർത്താവ്, പരിശുദ്ധാത്മാവിനെ വേണ്ടത് നമ്മൾ ദൈവമായി കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് രണ്ടാമത് ചിന്തിച്ചേ പറയാൻ പറ്റും, ഇല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് ഒരു വ്യക്തിയാണ്, നമ്മളുള്ളിൽ വസിക്കുന്ന, നമ്മളുള്ളിൽ ഒരു തീയെ കത്തുന്ന നമ്മുടെ ദൈവമാണ്, പരിഭാവനനാണ്. ആ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാതെ
ഈ ദിവസങ്ങളിൽ അലകട്ടെ മുന്നോട്ട് നീങ്ങുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ അതിലൂടെ സംഭവിക്കുവാൻ കൊണ്ട് ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുകൊണ്ട് ദിവസങ്ങൾ ആത്മാവിനെ കെടുത്തിക്കളയാതെ, പരിശുദ്ധാത്മാവിനെ ആത്മീയ കെടുത്തിക്കളയാതെ, അതിനെപ്പോഴും കത്തുന്ന അവസ്ഥ നിലനിർത്തുവാൻ തക്കമുള്ള ആത്മീയമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.